കഴിഞ്ഞ ദിവസം മത്തന്റെ പൂ ഉപയോഗിച്ച് ഊത്തപ്പം ഉണ്ടാക്കിയതിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ചിലരൊക്കെ എന്നോട് ചോദിച്ചു, മത്തന്റെ പൂവെല്ലാം എടുത്ത് ഊത്തപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ മത്തങ്ങ ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ ഈ സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് എൻ്റെ മത്തൻ. മത്തനില് ഒരു ചെടിയിൽ തന്നെ 2 തരം പൂവ്, അതായത് ആൺപൂവും പെൺപൂവും ഉണ്ടാവും. മൊണീഷ്യസ് എന്നാണ് ഇങ്ങനെയുള്ള ചെടികൾക്ക് പറയുക. ഇതാണ് മത്തന്റെ പെൺപൂവ്. ഇതിന്റെ നടുക്ക് കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. മാത്രമല്ല പൂവിന്റെ താഴെ അതിന്റെ ഓവറി ഉണ്ടാവും. ഈ ഓവറിയാണ് ഫെർട്ടിലൈസേഷൻ നടന്ന് മത്തങ്ങ ആയി മാറുന്നത്. ഇനി ഇതാണ് മത്തന്റെ ആൺപൂവ്. ഇതിന്റെ നടുക്ക് കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ താഴെ നോക്കിയാൽ ഓവറി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആൺപൂവും പെൺപൂവും തിരിച്ചറിയാം. മത്തൻ മാത്രമല്ല, കുക്കുർബിറ്റേസിയ ഫാമിലിയിലുള്ള മിക്കവാറും എല്ലാ ചെടികളും, അതായത് കുമ്പളം, പാവൽ, വെള്ളരി മുതലായ എല്ലാ ചെടികളിലും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. മത്തനിലൊക്കെ ആണെങ്കിൽ എല്ലാ മുട്ടിലും പൂക്കൾ ഉണ്ടാവും. ആദ്യം മിക്കവാറും ആൺപൂക്കളാണ് കൂടുതലും ഉണ്ടാവുക. പെൺപൂക്കൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ പൂക്കളൊക്കെ എടുത്ത് കറിക്കായിട്ട് ഉപയോഗിക്കാം. ഇനി അഥവാ പെൺപൂ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഹാൻഡ് പോളിനേറ്റ് ചെയ്ത ശേഷം ഈ ആൺപൂക്കളെ എടുക്കാം.